ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് നല്ല പോലെ തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ചെറുപഴം വെച്ചിട്ടും ഒട്ടും ഫ്ലോപ്പ് ആവാതെ തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പഴുത്തിട്ടുള്ള പഴം എടുക്കണ്ട, ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴം തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ എണ്ണ ഒന്നും കുടിക്കാണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഴം ഞാനിത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പഴത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററില്ലേ, മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ ഇത്തിരി മേലക്കുണ്ട് പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴം ഒത്തിരി മധുരമില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണിലേറെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അരിപ്പൊടിയും അതുപോലെ മൈദയും അതുപോലെ തന്നെ ഏലക്കാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇത് ഈ സമയം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതാ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ചെറുപഴം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചില പഴം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങളത് നോക്കിയിട്ട് മതി കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒത്തിരി പഴുക്കാതെ അളിഞ്ഞിട്ടുള്ളതൊന്നും എടുക്കണ്ട. അപ്പം ഞാൻ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 3/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഈ ഒരു മാവിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒത്തിരി ലൂസല്ല, ഒത്തിരി കട്ടിക്കുമല്ല കേട്ടോ. നമ്മൾ വിരലൊന്ന് മുക്കുമ്പോൾ ആ വിരൽ കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം മാവ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇനി മാവ് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് ആ ഒരു മാവിന് നമുക്ക് പഴംപൊരിക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മാവ് റെഡിയാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് മതി ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് പഴമൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ 3 പീസാണ് ഞാൻ ആക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള പഴം ചെറുതാണെന്നെങ്കിൽ 2 ആക്കിയാൽ മതി. ഇത്ര പോകുന്ന പഴമാണെങ്കിൽ 3 ആക്കി എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ട് നമ്മൾ നേന്ത്രപ്പഴം മുറിക്കൂലോ അതുപോലെ മുറിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ണത്തിലും ഈ ഒരു വലുപ്പത്തിലുള്ള പഴം ഞാൻ 3 പീസാണ് ഞാൻ ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം മുഴുവനും പീസാക്കി എടുക്കട്ടെ. അപ്പോൾ മുഴുവനും പീസാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഴം മുറിക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് കേട്ടോ. അത് നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പഴം ഉണ്ടല്ലോ, ഈ ഒരു പഴത്തിന് ഈ ഒരു അരിപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ ആദ്യം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഒന്നാമത്തെ നല്ല എണ്ണ കുടിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടുകയില്ല കേട്ടോ. ചിലപ്പോൾ പൊട്ടി പോവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എല്ലാ പഴവും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അരിപ്പൊടിയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പഴം ഉണ്ടല്ലോ ഇങ്ങനെ എടുത്ത് മാവിൽ മുക്കിയിട്ട് പൊരിക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ അല്ലാതെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരിപ്പൊടിയിലൊന്ന് മുക്കിയിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനും ഞങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ കണ്ടല്ലോ, ഇത് ഒരു പാന് വെച്ചിട്ട് നമുക്ക് ഇത്തിരി നെയ്യോ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ അരിപ്പൊടി കോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഒരു പഴത്തിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ ആ കോട്ട് ചെയ്തിട്ടുള്ള അരിപ്പൊടി ആ ഒരു പഴത്തിൽ നല്ലോണം പിടിക്കൂട്ടോ. നമ്മൾ മാവിൽ മുക്കുമ്പോൾ ആ അരിപ്പൊടി പൂവൊന്നുമില്ല. ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു പഴംപൊരി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നേരെ നിങ്ങൾക്ക് ആ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചാൽ മതി. അങ്ങനെ മതിച്ചെങ്കിൽ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി കുറേ ടൈം ഇട്ടിട്ട് മൊരിപ്പിച്ചെടുക്കൊന്നും വേണ്ട. നമുക്കിതാ ഇതുപോലെ ഒന്ന് ആദ്യം ഒരു ഭാഗം വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക.
അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു അരിപ്പൊടി നമ്മുടെ ആ ഒരു പഴത്തിൽ നല്ലോണം പിടിച്ചിട്ട് ഉണ്ടാവും. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ ആദ്യത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം അടുത്തതും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇത്തിരി ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ചൂടാക്കി, രണ്ട് ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പൊരിച്ചെടുക്കാനാണ്. പിന്നെ ഞാൻ ഈ ഒരു ബാറ്ററിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി, മറന്നു പോയതാട്ടോ ഉപ്പിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എണ്ണ ഒത്തിരി ഓവറായിട്ട് എണ്ണ ചൂട് പാടില്ല കേട്ടോ. പിന്നെ ഞാൻ പഴം ഇട്ട് കൊടുക്കുന്ന ആ സമയം ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, സോറി. പിന്നെ നമുക്ക് ആദ്യം ഒരു ഡ്രോപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എണ്ണ നല്ലവണ്ണം ചൂടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓവർ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട, പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടല്ല പൊരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഈ ഒരു പഴത്തിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ അത് പൊള്ളച്ചൊക്കെ വരും കേട്ടോ. നമുക്ക് ഈ ഒരു പഴംപൊരി നല്ല പൊങ്ങി വരികയൊക്കെ ചെയ്യും. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോരി മാറ്റാം കേട്ടോ. കാരണം ചിലർക്ക് നല്ല മൊരിഞ്ഞതാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടം മൊരിഞ്ഞാലാണ് കേട്ടോ. അവർ നമ്മൾ പഴംപൊരിയോ എന്തെങ്കിലും സ്നാക്സ് ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മൊരിഞ്ഞത് നോക്കിയിട്ടാണ് അവർ കഴിക്കുക. അപ്പോൾ കുറച്ചൊക്കെ ഒരു ബ്രൗൺ കളർ ആയിട്ടുള്ളതാണ് അവർ കൂടുതൽ എടുത്ത് കഴിക്കുക കേട്ടോ. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ അവരുടെ ഇഷ്ടത്തിനാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതാ ഈ ഒരു കളർ ഇത്രത്തോളമൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓൾറെഡി കുക്കായ സമയം തന്നെ എടുത്തിട്ട് മാറ്റാം കേട്ടോ. അപ്പം ഞാനിതാ രണ്ട് ഭാഗവും നല്ലോണം ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതായിട്ടുണ്ട്. അപ്പം ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി എണ്ണ ഒന്നും കുടിക്കൂല, നമ്മുടെ ബാറ്റർ ചെയ്തെടുക്കുന്നത് കറക്റ്റ് ആയാൽ മതി. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തതിന് പകരം നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതാണെങ്കിലും നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം ഞാനിതാ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മുഴുവനും എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപഴം വെച്ചിട്ടുള്ള പഴംപൊരി ഇതാ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ആ ചൂടോടെ തന്നെ മക്കൾക്ക് കൊണ്ടുപോയി കഴിക്കാനാവട്ടോ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഇവിടെ മക്കളും ചൂടോടെ തന്നെ അത് കൊണ്ടുപോയി കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുപഴം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചെറുപഴം ഒത്തിരി വല്ലാണ്ട് പഴുത്ത് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുപഴം ഇഷ്ടമില്ലാത്ത മക്കളും കുട്ടികളും വലിയവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ റെസിപ്പികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ചെറുപഴം വെച്ചിട്ട് ഇതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സ് നിങ്ങളും ട്രൈ ആക്കി നോക്കണം കേട്ടോ. നമ്മൾ ഒത്തിരി വെറൈറ്റി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പഴത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.